മദ്യവിരുദ്ധ സമിതി സെക്രട്ടറി ഫാദർ തോമസ് ഷൈജു ചിറയിലാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണവും നമ്മൾ കേട്ടു. മദ്യത്തിൽ മുക്കിക്കൊല്ലാനുള്ള തീരുമാനമാണോ എടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ക്രൈസ്തവ സഭകൾ ഒന്നടങ്കം ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വരികയാണോ സജോ? ഡോക്ടർ അരുൺ, ഉറപ്പായും അതായത് ഈ കാര്യത്തിൽ നിലപാട് തിരുത്തുകയാണ് സർക്കാർ വേണ്ടത് എന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കും എന്ന് വിവിധ ക്രൈസ്തവ സഭകൾ, സഭാ സംഘടനകൾ, അവരുടെ സംഘടനകളുടെ ഭാഗമായ മദ്യവർജന സമിതികൾ നിലപാട് സ്വീകരിക്കുന്നു. ഇത് നാടിനെ നാശത്തിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു തീരുമാനമാണ്. ഇക്കാര്യത്തിൽ കടുത്ത പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതായത് ഇപ്പോൾ നിലപാട് അറിയിക്കുകയാണ്, പ്രതിഷേധം അറിയിക്കുകയാണ്. അതിനും അപ്പുറത്തേക്കുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കും എന്ന നിലപാട് അവർ വ്യക്തമാക്കുകയാണ്. അതായത് സമയക്രമം സംബന്ധിച്ച് നേരത്തെ LDF കൺവീനർ അടക്കം വിശദീകരിക്കാൻ ശ്രമിച്ചത് നയം നേരത്തെ രൂപീകരിച്ചതാണ്. അതിൽ ഇളവുകൾ ടൂറിസം മേഖലയ്ക്കടക്കം നൽകിയിരുന്നു. അതെല്ലാവർക്കും ബാധകമാക്കുക എന്നത് മാത്രമാണ്. അതൊരു പുതിയ പ്രത്യേകമായ തീരുമാനമായി എടുക്കുകയല്ല. എല്ലാവർക്കും ആ ആനുകൂല്യം ലഭ്യമാകുന്നു എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നയം രൂപീകരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് LDF-ൽ ചർച്ച ചെയ്യണം, വിശദമായി തീരുമാനിക്കണം. അതിനപ്പുറത്തേക്ക് ഒരു നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഉപതീരുമാനങ്ങൾ എടുക്കുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക ചർച്ചകൾ, കൂടിയാലോചനകൾ ആവശ്യമില്ല എന്ന നിലപാട് LDF കൺവീനറൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും കടുത്ത പ്രതിഷേധം ഈ കാര്യത്തിൽ KCBC ഔദ്യോഗികമായി വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കി പ്രതികരിക്കും എന്ന് KCBC വ്യക്തമാക്കിയിട്ടുണ്ട്. KCBC മദ്യവർജന സമിതിയുടെ സെക്രട്ടറി ഫാദർ തോമസ് ഷൈജു ചിറയിൽ റിപ്പോർട്ടറിനോട് പറഞ്ഞത് കടുത്ത പ്രതിഷേധമുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും ഇത് അനുവദിക്കുന്നത് വഴി വലിയ തോതിലുള്ള അടക്കം സംസ്ഥാനമാകുന്ന സാധ്യത വഴി യുവതലമുറയ്ക്ക് വല്ലാതെ വഴിധം നാടിന് കുഴപ്പമുണ്ടാക്കും വിധമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ് എന്ന കടുത്ത വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. നേരത്തെ ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടങ്ങളിലൊക്കെ LDF സ്വീകരിച്ചിരുന്ന നയത്തിന് വിരുദ്ധമാണ്, മദ്യവർജനമാണ് തങ്ങളുടെ നയം എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത ക്യാമ്പയിന്റെ ഭാഗമാക്കിയതാണ്. അതിൽ ഘടകവിരുദ്ധമായ തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നാടിന് ഗുണകരമല്ല. അതിൽ കടുത്ത പ്രതിഷേധമുണ്ട്. തുടർന്നും ആ പ്രതിഷേധം ശക്തമായി തന്നെ അറിയിക്കും എന്ന നിലപാടാണ്. ഇതിലെ വിമർശനം അത് കടുത്ത പ്രതിഷേധമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരും എന്നുകൂടി KCBC പറയുകയാണ്. അതായത് ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം വിവിധ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് കാണേണ്ട കാര്യം. താങ്ക് യു സജോ ആണ് വിവരങ്ങൾ നൽകിയത്.